السلام عليكم ورحمة الله وبركاته. الحمد لله حمدا كثيرا طيبا مباركا فيه كما يحب ربنا جل وعلا. اللهم صل وسلم وبارك وأنعم على نبينا وحبيبنا وسيدنا محمد وعلى آله الطيبين الطاهرين وعلى أزواجه الطاهرات أمهات المؤمنين وعلى أصحابه الأكرمين ومن تبعهم بإحسان إلى يوم الدين. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله إن الله يغفر الذنوب جميعا إنه هو الغفور الرحيم. ഏറ്റവും സ്നേഹമുള്ള ചളവറ പ്രദേശത്തുള്ള ഇസ്ലാഹി സുഹൃത്തുക്കളെ, സഹോദരിമാരെ, കാരുണ്യവാനായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും അനുഗ്രഹവും നമ്മിലെല്ലാം സദാ വർഷിക്കുമാറാവട്ടെ. അപ്പോൾ ഇവിടെ ഈ മഹത്തായ സ്ഥാപനത്തിൽ ഇങ്ങനെ നിങ്ങളെ അഭിമുഖീകരിക്കുവാനും അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പേരിൽ ഏതാനും കാര്യം സംസാരിക്കുവാനും ഒക്കെയുള്ള അവസരമുണ്ടാകുക എന്നുള്ളത് വലിയ സൗഭാഗ്യമായി കരുതുകയാണ്. അള്ളാഹു തആല ഇത് വലിയ നന്മയായി, നന്മയുടെ തുലാസിൽ ഘനം തൂങ്ങുന്ന ഒരു പ്രവൃത്തിയായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ ഒരു വാഹനം ഓട്ടാൻ അതിന് പെട്രോൾ വേണം, അല്ലെങ്കിൽ ഡീസൽ വേണം, ഇന്ധനം വേണം. അതുപോലെ വിശപ്പ് മാറാൻ ഭക്ഷണം വേണം. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശിഷ്യ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, പരലോക വിജയം ആഗ്രഹിക്കുന്ന, നരകമോചനം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അവന് ഈ ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ തീർച്ചയായും ഇടക്കിടക്ക് അള്ളാഹുവിൻ്റെ കിതാബ്, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, അതുപോലെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉത്ബോധനങ്ങൾ, അത് ഇടക്കിങ്ങനെ റീചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മുടെ മനസ്സിൻ്റെ അടിത്തട്ടിലേക്ക് ആ ഖുർആനിൻ്റെയും തിരുസുന്നത്തിൻ്റെയും സന്ദേശങ്ങൾ ഇങ്ങനെ പ്രവഹിക്കേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ചും നമുക്ക് ഈമാൻ മുറുകെ പിടിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കുക. തസ്കിയത്ത് ചിന്തകൾ എന്ന് ഇവിടെ പറയുകയുണ്ടായി. നമുക്കറിയാം, പരിശുദ്ധ ഇസ്ലാം അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യ നിർവഹണത്തോടുകൂടെ അദ്ദേഹത്തിൻ്റെ 40-ാമത്തെ വയസ്സിൽ വഹി കിട്ടി 63-ാമത്തെ വയസ്സിൽ വഫാത്താകുകയാണ്. റബീഉൽ അവ്വൽ മാസം 12-ാമത്തെ ദിവസം തിങ്കളാഴ്ച. അതോടുകൂടെ വഹി നിലച്ചു. ഇനിയൊരു പ്രവാചകനില്ല. ജിബ്രീൽ എന്ന് പറയുന്ന മലക്കുൽ മുഖറബ് വഹിയുമായി വരികയില്ല. പരിശുദ്ധ ഖുർആനൊക്കെ അതിൻ്റെ അവതരണം സമ്പൂർണമായി തീർന്നിട്ടുണ്ട്. അപ്പോൾ ആ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗമനം അതോടുകൂടെ
അവിടുത്തെ വഫാത്തോടുകൂടെ ഇസ്ലാം പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. ആ ഇസ്ലാമിനെ സംബന്ധിച്ച്, പ്രവാചകന്റെ ദൗത്യത്തെ സംബന്ധിച്ച് മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഒരു പ്രാർത്ഥന നിർവഹിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥന എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാവുന്ന കാര്യമാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബയൊക്കെ പടുത്തുയർത്തി അവർ പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയുടെ 120 ശേഷമുള്ള ആയത്തുകളിൽ കാണാം, വഇദ് യർഫഉ ഇബ്രാഹീമുൽ ഖവായിദ മിനൽ ബൈതി വഇസ്മാഈൽ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കഅബാലയം പടുത്തുയർത്തിയ സന്ദർഭം അത് പൂർണ്ണമായപ്പോൾ അവർ പ്രാർത്ഥിക്കുകയാണ്, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, തഖബ്ബൽ മിന്നാ, ഈ മഹത്തായ കർമ്മം ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ, ഇന്നക അൻതസ് സമീഉൽ അലീം, നീ എല്ലാം കേൾക്കുന്നവനും അറിയുന്നവനുമാണല്ലോ. സഹോദരങ്ങളെ, നമ്മൾ ഓരോ നന്മകൾ ചെയ്യുമ്പോഴും ഇത് റബ്ബ് സ്വീകരിക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാവണം. ഞാൻ സൂചിപ്പിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ശേഷം അതിലെ ഒട്ടേറെ പാഠങ്ങളുണ്ട്. കഅബാലയം പടുത്തുയർത്താൻ അല്ലാഹു കൽപ്പിച്ചതാണ്. അല്ലാഹു കൽപ്പിച്ച ഒരു പ്രവൃത്തി ചെയ്തിട്ട് പോലും അത് സ്വീകരിക്കാൻ വേണ്ടി അവർ പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ ഓർക്കണം, നമ്മൾ എത്ര നമസ്കാരം നിർവഹിച്ചു, സകാത്ത് കൊടുത്തു, മറ്റുള്ള അമലുകൾ ചെയ്തു, ഇതൊക്കെ സ്വീകരിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇതൊക്കെ അള്ളാഹു കബൂലാക്കാൻ വേണ്ടി നമ്മൾ ദുആ ചെയ്യേണ്ടതുണ്ട്. ആ ആയത്തിന് തൊട്ട് ശേഷം മുഹമ്മദ് നബിയുടെ ഏതാണ്ട് 5000 വർഷങ്ങൾക്ക് മുമ്പ്, നബി വഫാത്തായിട്ട് തന്നെ നമുക്കറിയാം ഏകദേശം 1500ഓളം വർഷമായി. അപ്പം അതിന് ഒരു 5000 വർഷം മുമ്പ് മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ ഇസ്മായിൽ നബി അലൈഹി സ്വലാം അവർ പ്രാർത്ഥിക്കുകയാണ്. ഈ ആയത്തിന് തൊട്ട് ശേഷം സൂറത്തുൽ ബഖറയിൽ കാണാം, റബ്ബനാ വബഅസ് ഫീഹിം റസൂലൻ മിൻഹും യത്ലൂ അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ വയുസക്കീഹിം ഇന്നക അൻതൽ അസീസുൽ ഹകീം. ഞങ്ങളുടെ നാഥ, മക്കയിൽ വെച്ചാ പ്രാർത്ഥിക്കുന്നത്, കഅബാലയം പടുത്തുയർത്തിയ ശേഷമാണ് പ്രാർത്ഥിക്കുന്നത്, ഞങ്ങളുടെ രക്ഷിതാവേ, വബഅസ് ഫീഹിം റസൂലൻ മിൻഹും, അവരിൽ നിന്ന് നീ ഒരു റസൂലിനെ നിയോഗിക്കണം, യത്ലൂ അലൈഹിം ആയാതിക, നിന്റെ ആയത്തുകൾ, നിന്റെ വിശുദ്ധ ഖുർആനിൻ്റെ അല്ലെങ്കിൽ നിന്റെ സൂക്തങ്ങൾ അവരുടെ മേൽ ഓതി കേൾപ്പിക്കുന്ന, ഓതി പഠിപ്പിക്കുന്ന ഒരു റസൂലിനെ നീ നിയോഗിക്കണമേ. എന്നിട്ടോ യത്ലു അലൈഹിം ആയാതിക വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കണം. വയുസക്കീഹിം, അവരെ സംസ്കരിക്കണം. യുസക്കീഹിം എന്ന് പറഞ്ഞാൽ തസ്കിയത്ത് നടത്തണം. അപ്പോൾ മുഹമ്മദ് നബിയുടെ ഒരു ദൗത്യമാണത്, ജനങ്ങളെ തസ്കിയത്ത് നടത്തുക, ആത്മവിശുദ്ധിയുള്ളവരാക്കുക എന്ന്. അപ്പം നമ്മൾ ഡ്രസ്സൊക്കെ അലക്കാറില്ലേ, നമ്മുടെ പാൻറ്, ഷർട്ട്, അതുപോലെ നമ്മുടെ സഹോദരിമാരുടെ പർദ്ദ, മറ്റുള്ള വസ്ത്രങ്ങളൊക്കെ എന്ത് ചെയ്യും, അലക്കും, അലക്കി വൃത്തിയാക്കും അല്ലേ. അതുപോലെ നമ്മുടെ മനസ്സിനെ നമ്മൾ എന്ത് ചെയ്യണം, കഴുകി വൃത്തിയാക്കണം. ആ കഴുകി വൃത്തിയാക്കുന്ന പ്രക്രിയ, അതിനാണ് തസ്കിയത്ത് എന്ന് പറയുക. മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം 5000 വർഷങ്ങൾക്ക് മുമ്പ് പ്രാർത്ഥിക്കുകയാണ്, മുഹമ്മദ് നബി മുഖാന്തിരം ജനസമൂഹത്തെ സംസ്കരിക്കേണ്ടതുണ്ട്, അതിനുതകുന്ന അങ്ങനെയുള്ളൊരു പ്രവാചകനെ നിയോഗിക്കണമേ. ഇന്നക അൻതൽ അസീസുൽ ഹകീം, നാഥ, നീയാണല്ലോ ഏറെ പ്രതാപശാലിയും തത്വജ്ഞാനിയും യുക്തിമാനും എന്നൊക്കെ അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ, വിശേഷണങ്ങൾ, അസ്മാഉൽ ഹുസ്നയിലുള്ള നാമങ്ങൾ എടുത്ത് പറയുകയാണ്. അതാണ് പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അള്ളാഹുവിൻ്റെ നാമങ്ങളും ഗുണങ്ങളൊക്കെ എടുത്ത് പറയണം. ഒട്ടേറെ പ്രാർത്ഥനകളിൽ ആ കാര്യങ്ങൾ കാണാം, അത് മറ്റൊരു വിഷയമാണ്. അപ്പോൾ തസ്കിയത്ത് എന്ന് പറയുന്നത്, നമ്മൾ വസ്ത്രം വാഷിംഗ് മെഷീനിൽ
സോപ്പ് പൊടിയോ ലിക്വിഡോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കഴുകി വൃത്തിയാക്കി അങ്ങനെ ഉണക്കിയെടുക്കുന്നത് പോലെ, എന്നിട്ട് അത് നമ്മൾ അയേൺ ചെയ്ത് നമ്മൾ സുന്ദരമായി ധരിക്കുകയാണ്. എന്നതുപോലെ നമ്മുടെ മനസ്സിൽ ചെളിയും അതുപോലെ കറയും അതുപോലെ തന്നെ പലതരം വേണ്ടാത്ത കാര്യങ്ങളുമൊക്കെ പറ്റും. അതിനെന്താ പേര് പറയുക? അതിന് പല പേരുകളുണ്ട്. ഷിർക്കുണ്ട്, കുഫറുണ്ട്, ബിദ്അത്തുണ്ട്, ഹറാമുണ്ട്, അതുപോലെ ഫുജൂറുണ്ട്, ഫുസൂഖുണ്ട്, ഗൈബത്തുണ്ട്, നമീമത്തുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനെ പറ്റിയ നമ്മുടെ ഹൃദയത്തെ പിടിക്കുക. നമ്മുടെ ഡ്രസ്സിൽ ഒരുപക്ഷെ ചെളിയായിരിക്കും, കറയായിരിക്കും. എന്നതുപോലെ നമ്മുടെ മനസ്സിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ പിടികൂടും. അപ്പോൾ കഴുകി ശുദ്ധീകരിക്കണം. നമ്മളതാണ് പ്രാർത്ഥിക്കുന്നത്. മരിച്ചു പോയാലേ മയ്യത്ത് നമസ്കരിക്കുമല്ലോ. ഈ മയ്യത്ത് നമസ്കാരത്തിൽ മൂന്നാമത്തെ തക്ബീറിലുള്ള പ്രാർത്ഥന, 1, 2 എല്ലാവർക്കും ഫാത്തിഹ ഒന്നാമത്തെ തക്ബീറിന് ശേഷം എല്ലാവർക്കും അറിയാം. രണ്ടാമത്തേതിന് ശേഷം നബിയുടെ മേലുള്ള സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത്, അതാണല്ലോ നബി പഠിപ്പിച്ചത്, അത് നമ്മൾ ചെയ്യണം. മൂന്നാമത്തെ തക്ബീറിന് ശേഷമുള്ള പ്രാർത്ഥന എന്താ അറിയോ? അത് ഈ തസ്കിയത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതെന്താ? അത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. എന്താ അതിൻ്റെ അർത്ഥം? അല്ലാഹുവേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ, നീ ഇദ്ദേഹത്തിനോട് കരുണ ചെയ്യണമേ. ഇഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി, അദ്ദേഹത്തിന് നീ മാപ്പ് ചെയ്യണം. വഅഫു അൻഹു, അദ്ദേഹത്തിന് സൗഖ്യം നൽകണം എന്നൊക്കെയുള്ള പ്രാർത്ഥനയാണ്. അതെന്താണ്? അത് സത്യത്തിൽ പാപങ്ങൾ ഈ ഹൃദയം കൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരുപാട് പല പാപങ്ങളുണ്ടാകും. അപ്പോൾ അത് കഴുകി ശുദ്ധീകരിക്കാൻ വേണ്ടി ഉള്ള ഒരു പ്രാർത്ഥനയാണ് യഗ്ഫിർ ലഹു, പുറത്തു കൊടുക്കണേ എന്നുള്ളത്. എന്നിട്ട് നമ്മൾ എന്താണ് പിന്നീട് പറയുന്നത് ആ പ്രാർത്ഥനയിൽ? അതെ, എന്നിട്ട് ലാസ്റ്റ് പറയുന്നത് കമാ യുനക്ക സൗബുൽ അബിയദു മിനദ്ദനസ്, അതായത് അഴുക്കിൽ നിന്ന് വെള്ളവസ്ത്രം കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ ഞങ്ങളുടെ മുന്നിൽ കിടക്കുന്ന ഈ മയ്യത്തിനെ നാഥാ നീ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് നമ്മൾ മയ്യത്ത് നമസ്കാരത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ഈ മയ്യത്ത് നമസ്കാരം ഉണ്ടല്ലോ, ഇവിടെ എങ്ങനെയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞങ്ങളുടെയൊക്കെ പ്രദേശത്ത് സ്വന്തം വാപ്പ മരിച്ചാലും സ്വന്തം മക്കൾ മരിച്ചാലും സ്വന്തം ഭർത്താവ് മരണപ്പെട്ടാലും എത്ര അടുത്ത ബന്ധമുള്ള ആൾ മരിച്ചാലും സ്ത്രീകൾ നമസ്കരിക്കാൻ അറിയൂല, നമസ്കരിക്കാൻ പുരോഹിതന്മാർ അനുവദിക്കുകയില്ല, നമസ്കരിക്കാൻ വീട്ടുകാര് പ്രോത്സാഹിപ്പിക്കൂല. അപ്പൊ ഇതുപോലെ നിങ്ങൾ നോക്കൂ, പള്ളിയുണ്ട്, ഇവിടെ ജുമാ ഖുത്ബുണ്ട്, പരിശുദ്ധ ഖുർആനിലെ ആയത്തുകളും ഹദീസുകളൊക്കെ അതിലുള്ള ഖുത്ബുണ്ട്. അപ്പം അതിലിത്തരം കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. അപ്പോൾ ആ പള്ളിയിലേക്ക് ജുമാക്കൊക്കെ വന്നാൽ, ക്ലാസ്സിന് വന്നാലല്ലേ ഇങ്ങനെ മയ്യത്ത് നമസ്കാരമുണ്ട്, അതിൽ ഇങ്ങനെ വളരെ വലിയ പ്രാർത്ഥന ഉണ്ട്, അതൊക്കെ പ്രാർത്ഥിക്കണം. എൻ്റെ കൂടപ്പിറപ്പിന്, എൻ്റെ അടുത്ത ആള് മരണപ്പെട്ടു പോകുമ്പോൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ മനസ്സിലാവണമെങ്കിൽ ഈ ക്ലാസ്സിന് വരണ്ടേ, ജുമാക്ക് വരണ്ടേ? അപ്പോൾ സ്ത്രീകളൊക്കെ ജുമാക്ക് വരാൻ ഒരുപക്ഷെ എത്ര കുടുംബനാഥൻ ഈ ഇസ്ലാഹി ആദർശമുള്ള ആളായിരിക്കാം, പക്ഷേ ഭാര്യയെ പറഞ്ഞേക്കാൻ, മക്കളെ പറഞ്ഞേക്കാൻ അതിനൊന്നും പ്രോത്സാഹിപ്പിക്കൂല. ഞാൻ ആരെയും കുറ്റപ്പെടുത്തില്ല, നമ്മളെന്ത് ചെയ്യണം, ഇതൊക്കെ ചെയ്യേണ്ടതുണ്ട്. ഈ മയ്യത്ത് നമസ്കാരത്തിൻ്റെ ആ പ്രാർത്ഥന ഉണ്ടല്ലോ പ്രിയമുള്ളവരെ, ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് ഈ പ്രാർത്ഥന നബിയിൽ നിന്നും കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് പഠിപ്പിക്കുന്നത്. ഈ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ സഹീഹ് മുസ്ലിം, സുനൻ തിർമിദി, സുനൻ അബീ ദാവൂദ്, സുനൻ നസായി, അങ്ങനെയുള്ള ഡസൻ കണക്കിന് ഹദീസിൻ്റെ കിതാബുകളിൽ വന്നിട്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ ആ പ്രാർത്ഥനയിൽ അദ്ദേഹം നബിയുടെ പ്രാർത്ഥന കൊണ്ട് പറഞ്ഞിട്ട് പറയാം. അദ്ദേഹം എന്താ പറയുന്നത് അറിയുന്നത്? നല്ല ചിന്തിക്കണം.
ഔഫ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഈ പ്രാർത്ഥന കേട്ടിട്ട് ഞാൻ വിചാരിച്ചു ആ മയ്യത്ത് ഞാനായിരുന്നുവെങ്കിൽ എന്ന്. അതായത് ഈ ദുആവൊക്കെ റസൂലുള്ള ഈ പ്രാർത്ഥന ഇത്ര അർത്ഥസമ്പന്നമായ ആശയ വൈപുല്യമുള്ള ഈ ദുആ ആ മയ്യത്തിന് കിട്ടല്ലേ, അത്രയും ദുആ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ, ഞാൻ മരിച്ചാലും എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് അദ്ദേഹം കൊതിച്ചു പോയിന്ന ആ ഹദീസിൽ അതുണ്ട്. ഔഫ് ബിൻ മാലിക്. അപ്പം അത്രമാത്രം പിന്നെ അർത്ഥ സമ്പുഷ്ടിയുള്ള ഒരു പ്രാർത്ഥനയാണത്. അപ്പം അതെന്താണ്? ഹൃദയത്തെ ശുദ്ധീകരിക്കുകയാണ്. ഇത് ഒരാൾ മരിച്ചു പോയാൽ നമ്മൾ ചെയ്യേണ്ടത് മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ നമസ്കാരത്തിന് വേണ്ടി തക്ബീറത്തുൽ ഇഹ്റാം കെട്ടാറില്ലേ? നമ്മൾ നമസ്കാരത്തിനൊക്കെ നിൽക്കുമ്പോഴേ നമസ്കാരത്തിൻ്റെ അർക്കാനുകളുണ്ട്, അതൊക്കെ ശ്രദ്ധിക്കണം, എന്നാലേ നമസ്കാരം നമുക്ക് കിട്ടുള്ളൂ. നമസ്കാരത്തിൻ്റെ ഒന്നാമത്തെ റുക്നെന്ന് പറയുന്നത് 2 കൈകളും ചെവികൾക്ക് നേരെ ഉയർത്തി തക്ബീറത്തുൽ ഇഹ്റാം എന്നുള്ള ബോധത്തോടുകൂടെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കെട്ടുകയാണ്. അത് കെട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയുണ്ട്, വജ്ജഹ്തു എന്ന് പറയും. മനോഹരമായ പ്രാർത്ഥനയാണത്. വിശുദ്ധ ഖുർആനിൽ തന്നെ സൂറത്തു അൻആമിൽ അതിൻ്റെ ചില ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ മറ്റൊരുപാട് പ്രാർത്ഥനകൾ ഈ തക്ബീറത്തുൽ ഇഹ്റാമിനും ഫാത്തിഹക്കും ഇടയിൽ പ്രാർത്ഥിക്കാനായിട്ട് റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾ ഇപ്പോൾ വജ്ജഹ്തു മാത്രമല്ല, അല്ലാഹു അക്ബർ കബീറ വൽഹംദുലില്ലാഹി കസീറ വസുബ്ഹാനല്ലാഹി ബുക്റതൻ വഅസീല എന്നുള്ള പ്രാർത്ഥനയുണ്ട്. അൽഹംദുലില്ലാഹില്ലദീ ഹംദൻ കസീറൻ തയ്യിബൻ, അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ എന്നുള്ള പ്രാർത്ഥനയുണ്ട്. പക്ഷെ ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ ബാഇദ് ബൈനി വബൈന ഖത്വായായ കമാ ബഅഅത ബൈനൽ മശ്രിഖി വൽ മഗ്രിബ്. റബ്ബേ, എന്നെയും എൻ്റെ തെറ്റിൻ്റെയും ഇടയിൽ, ഞങ്ങളുടെയും ഞങ്ങളുടെ പാപങ്ങളുടെയും ഇടയിൽ കിഴക്കും പടിഞ്ഞാറും അകറ്റിയതുപോലെ അകറ്റണമേ എന്നാണ്. എന്താണ് അതിൽ പറയുന്ന വിഷയം? തസ്കിയത്താണ്, ആത്മവിശുദ്ധി, ആത്മാവിനെ ശുദ്ധീകരിക്കുക. അതാണ് പാപങ്ങളിൽ നിന്ന് അകറ്റി നിർത്തേണമേ. ഏതുപോലെ? കിഴക്കും പടിഞ്ഞാറും അകറ്റിയതുപോലെ. എന്നിട്ട് പറയാണ് അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖത്വായായ ബിൽ മാഇ വസ്സൽജി വൽ ബറദ് എന്ന് പറയാണ്. അല്ലാഹുമ്മ ഗ്സിൽനി മിൻ ഖത്വായായ കമാ യുനക്ക സൗബുൽ അബിയദു മിനൽ മാ. അവിടെയും അത് പറയുന്നുണ്ട്. അതായത് ഈ പ്രാർത്ഥനയിലും വെള്ളവസ്ത്രം കഴുകി ശുദ്ധീകരിക്കുന്നത് പോലെ എൻ്റെ ഹൃദയത്തെ, എൻ്റെ മനസ്സിനെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന്. ഇത് തന്നെയാണ് നമ്മൾ, ഇതിൻ്റെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ആമന റസൂൽ പ്രാർത്ഥിക്കുന്നത്. ഓരോ ദിവസവും രാത്രിയായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം? ആമന റസൂൽ പാരായണം ചെയ്യേണ്ടതുണ്ട്. ആമന റസൂൽ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകളുണ്ടല്ലോ, അതിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിക്കൊണ്ട് സഹീഹ് മുസ്ലിമിൽ വന്നിട്ടുണ്ട്, മൻ ഖറഅ ആയതൈനി മിൻ ആഖിരി സൂറത്തുൽ ബഖറ ഫീ ലൈലത്തിൻ കഫതാ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ബഖറയുടെ അവസാനത്തെ 2 ആയത്തുകൾ ആരെങ്കിലും ഒരു രാത്രിയിൽ പാരായണം ചെയ്താൽ അതവന് മതിയാകുന്നതാണ്. രാത്രിയിൽ അഥവാ മഗ്രിബായി കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ ഈ 2 ആയത്തുകൾ എന്ത് ചെയ്യണം? പാരായണം ചെയ്യണം. അപ്പം അത് മതിയാകുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിന്നെ അതിൻ്റെ വിശദീകരണത്തിലെ ഹദീസ് പണ്ഡിതന്മാർ പറയുന്നത് എന്താണെങ്കിൽ, മറ്റുള്ള ദിക്റുകളൊന്നും ചെയ്തില്ലെങ്കിലും, എന്ന് പറഞ്ഞാൽ ചെയ്യണ്ടെന്നല്ല, ചെയ്യണം. അത്രമാത്രം ഇതിന് പ്രാധാന്യം ഉണ്ടെന്ന് അർത്ഥം. അള്ളാഹുവിൻ്റെ കാവലുണ്ട്, അള്ളാഹുവിൻ്റെ അനുഗ്രഹം ഉണ്ടാകും എന്നാണ് അതിൻ്റെ വിശദീകരണത്തിൽ പറയുന്നത്. എന്തെല്ലാം അർത്ഥ സമ്പന്നമായ പ്രാർത്ഥനയാണതിൽ. ആമന റസൂൽ നിങ്ങൾ നോക്കൂ, റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ, ഞങ്ങൾ മറന്നു പോയതിൻ്റെ പേരിൽ ഞങ്ങളെ നീ ശിക്ഷിക്കല്ലേ. ഔ അഖ്തഅനാ,
ഇനി അറിഞ്ഞുകൊണ്ടാണെങ്കിലും തെറ്റുകളൊക്കെ സംഭവിക്കുമല്ലോ, അതൊക്കെ ഞങ്ങൾക്ക് പുറത്തു തരണേ എന്നാ പറയുന്നത്. എന്നിട്ട് അതിൻ്റെ അവസാനം എന്ത് പറയുന്നു? വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ. വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണമേ. വഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തരണമേ. വർഹംനാ, ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ. ഇത് തന്നെ നമ്മൾ മയ്യിത്ത് നമസ്കാരത്തിൻ്റെ ആ പ്രാർത്ഥനയിലും പറഞ്ഞത്. അതിൽ പറഞ്ഞത് എന്താ? അതിൽ പറഞ്ഞിട്ടുള്ളത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വർഹംഹു വആഫിഹി വഅഫു അൻഹു. അത് തന്നെയാണ് ഇവിടെയും വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ. അപ്പോൾ ഇതൊക്കെ എന്താ അറിയോ, വളരെ പ്രാധാന്യമുണ്ട്. അതാണ് ആവർത്തിച്ചുകൊണ്ട്. അത് ഇവിടെ നിന്ന് തുടങ്ങിയാൽ ആദം നബിയുടെ പ്രാർത്ഥനയിൽ അതുണ്ട്. ആദം നബിയും ഹവ്വാ ഉമ്മയും പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താ പറയൂ? റബ്ബനാ വലംനാ. അതെ, അതിൽ പറയുന്നത് എന്താ? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ, ഞങ്ങൾക്ക് പുറത്തു തന്നില്ല എങ്കിൽ, വതർഹംനാ, ഞങ്ങളോട് കരുണ ചെയ്തില്ല എങ്കിൽ. അപ്പോൾ മഗ്ഫിറത്ത് മർഹമത്ത് ഇത് രണ്ടും വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് നമ്മുടെ മരണപ്പെട്ടു പോയിട്ടുള്ള സഹോദരങ്ങൾ, മാതാപിതാക്കൾ, അവർക്കൊക്കെ റബ്ബേ മഗ്ഫിറത്തും മർഹമത്തും കൊടുക്കണേ. നിങ്ങൾ എത്രയോ ആയത്തുകളിൽ ഇതുണ്ട്. ഈ പൊറുക്കൽ അള്ളാഹുവിൻ്റെ കാരുണ്യം, മഗ്ഫിറത്ത് മർഹമത്ത് ഹദീസുകളിലുമുണ്ട്. സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെ നമ്മുടെ മനസ്സിനെ കഴുകി ശുദ്ധീകരിക്കണം. നമ്മൾ സ്വയം നന്നായ മതിയോ? നമ്മളെ വീട്ടിലെ ഉമ്മ മാത്രം 5 നേരം നമസ്കരിക്കുകയും ഖുർആൻ ഓതുകയും അതുപോലെ നല്ല ചീത്തവാക്കൊന്നും പറയാതെ നന്നായി ജീവിച്ചാൽ മതിയോ? പോരാ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ 66-ാം അധ്യായം 6-ാം സൂക്തത്തിൽ പറയുന്നത് എന്താ? യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ നഫ്സുകളെ നരകത്തിൽ നിന്ന് കാത്തുകൊള്ളുക, നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും നരകത്തിൽ നിന്നും കാത്തുകൊള്ളുക. ഉമ്മ തണുപ്പായാലും മഴയായാലും സമയമായാൽ എഴുന്നേറ്റ് ബാത്റൂമിലൊക്കെ പോയി വുളുവെടുത്ത് നമസ്കരിക്കുന്നു. വീട്ടിൽ പലരും 7 മണിയായിട്ടും എഴുന്നേൽക്കുന്നില്ല, വായ പോലും വൃത്തിയാക്കുന്നില്ല. അവരെങ്ങനെ ജോലിക്ക് 8 മണിക്കാ പോവുകയാണെങ്കിൽ ആ സമയത്ത് എഴുന്നേൽക്കുന്നു, കുളിക്കുന്നു, ജോലിക്ക് പോകുന്നു. എന്ത് നമസ്കാരം! അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, എങ്ങനെയാണ് നമ്മുടെ വീട്ടിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാവുക? അപ്പോൾ കുടുംബത്തിലെ മുഴുവൻ അംഗങ്ങളും തസ്കിയത്തിന് വിധേയരാകേണ്ടതുണ്ട്. എല്ലാവരും, കുട്ടികളും കുടുംബങ്ങളും ഒക്കെ ദീനി അന്തരീക്ഷത്തിൽ വളരേണ്ടതുണ്ട്. ഇന്നത്തെ അവസ്ഥ എന്താ? ഇന്നത്തെ വർത്തമാനകാല ചുറ്റുപാടെന്ന് പറയുന്നത്, ഞാൻ ആരെയും പേടിപ്പിക്കല്ല, പക്ഷേ പല വാർത്തകളും പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നത് ഭയാനകമാണ് പ്രിയമുള്ളവരെ. ഇപ്പോൾ എൻ്റെ മകൻ അവിടെ MESൻ്റെ ഹയർ സെക്കൻഡറി സ്കൂളിൽ 10ാം തരം പഠിച്ചപ്പോൾ ക്ലാസ്മേറ്റായിരുന്നൊരു വ്യക്തി, ഒരു കുട്ടി, സഹപാഠി, എൻ്റെ മോന് 20 വയസ്സായിട്ടുള്ളൂ, 20-21 വയസ്സാകുന്നേ ഉള്ളൂ. അപ്പോൾ അവന് പറയാണ്, എൻ്റെ കൂടെ പഠിച്ച കുട്ടിയെ 2 ദിവസം മുമ്പ് MDMA ഉപയോഗിച്ചതിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്തു. ഒരു അധ്യാപികയാണ് ആ കുട്ടിയുടെ മാതാവെന്നാണ്. അപ്പോൾ നമ്മുടെ ചുറ്റുപാടിൽ നമ്മൾ വളർന്നുകൊണ്ടിരിക്കുന്ന ഇടവും വലവും സാമൂഹിക സാഹചര്യം വളരെ ഭയാനകമായിട്ടുള്ള കാര്യം. പലരും നല്ല നല്ല കുടുംബങ്ങളിലെ ആളുകൾ പോലും തിന്മയിലേക്ക് വഴുതി പോകുന്നു. ഇത് മാത്രമല്ല, ഇത് ലഹരി വസ്തുക്കൾ ഞാനത് വിശദീകരിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം. ഇത് മാത്രമല്ല, മറ്റെന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ ഞങ്ങളുടെ നാടിന് തൊട്ടടുത്ത് ഒരു തങ്ങളുണ്ട്, നൂറെ ഹബീബ് തങ്ങൾ എന്ന് പറഞ്ഞിട്ട്. അവിടേക്ക് സുബ്ഹാനല്ലാഹ് ഒരു
10 കല്യാണത്തിന് എത്ര വാഹനങ്ങൾ വന്നിട്ടുണ്ടാകും. ഒരു 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 ഓഡിറ്റോറിയത്തിലൊരു വിവാഹം നടക്കുകയാണെങ്കിൽ നമുക്കറിയാം അവിടെ ഒരു 100 വാഹനങ്ങളെങ്കിലും ഉണ്ടാവും. അതിൻ്റെ ഒരു 10 ഇരട്ടി കിലോമീറ്ററുകൾ കണക്കിന് റോഡിൻ്റെ ഇരുവശവും വാഹനങ്ങൾ. ഇവർക്ക് പലരും ഇവിടുത്തെ നമ്മുടെ നാട്ടിലെ പുരോഹിതന്മാരെ ആദ്യം അനുകൂലിച്ചു, പിന്നെ പ്രതികൂലിച്ചു, അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു. ഒരുപാട് യൂട്യൂബർമാരും മറ്റൊക്കെ വന്നിട്ട് അദ്ദേഹം വ്യാജനാണ്, അദ്ദേഹത്തിന് ഫാത്തിഹ പോലും ഓതാൻ അറിയില്ല എന്നൊക്കെ പറയണ്ടായി. പക്ഷേ ജനങ്ങളുണ്ടല്ലോ, ഒഴുകാൻ പർദ്ദയിട്ട പെണ്ണുങ്ങൾ ധാരാളമായിട്ട് ലക്ഷറി കാറുകളിൽ പോലും വന്നിട്ട് അവിടെ ഇറങ്ങി അദ്ദേഹത്തിന് ഇനി ഇവിടുത്തെ ഒരു പൗരോഹിത്യവും അല്ലെങ്കിൽ ആര് തടുത്താലും അദ്ദേഹം അതിൽ നിന്ന് പിൻവാങ്ങുമെന്ന് തോന്നുന്നില്ല. ആ രൂപത്തിൽ അദ്ദേഹം വളർന്ന് പടർന്ന് പന്തലിച്ചു. അത് എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എന്താണ് അവിടെ മതത്തിൻ്റെ പേരിൽ ചൂഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളുമാണ്. തേരിലൂതുക, അതുപോലെ മരണപ്പെട്ടു പോയ മഹാത്മാക്കളെ വിളിച്ചു തേടുക. അപ്പം നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധാരാളമായിട്ട് പല രൂപത്തിലും ഭാവത്തിലും വഴികേടിലാണ്. അള്ളാഹുവിൻ്റെ കിതാബും റസൂലുള്ളാഹിൻ്റെ തിരുസുന്നത്തും മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്ന അല്പമാളുകളാണ്. നമ്മുടെ കൂട്ടത്തിലെ നമ്മുടെ ജീവിതത്തിലെ പുഴുക്കുത്തുകൾ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ഗൗരവമായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെന്ത് വേണം? നമ്മൾ നിരന്തരം നമ്മുടെ ഈ മനസ്സുണ്ടല്ലോ, അതിന് പോരായ്മകൾ ഉണ്ടാകുമ്പോൾ റീചാർജ് ചെയ്യണം, വിശുദ്ധ ഖുർആൻ കൊണ്ടും തിരുസുന്നത്ത് കൊണ്ടും. അതിനുള്ള ഒട്ടേറെ മാർഗങ്ങളുണ്ട്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ, ഏതാനും സംഗതികൾ നിങ്ങൾ നോക്കൂ. ഞാൻ ഫസ്റ്റ് ഓതിയ ആയത്തുണ്ടല്ലോ, ഇപ്പം ചില ആളുകൾക്ക് ഒരു ധാരണയാണ് പാപങ്ങൾ ചെയ്താൽ എന്ത് ചെയ്യുന്നുള്ളത്. പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായിക്കൊണ്ട് പറയാണ്. സൂറത്തു സുമർ 39-ാം അധ്യായം 53-ാം സൂക്തം. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖനതൂ മിർ റഹ്മത്തില്ലാഹ്. പറയുക പ്രവാചകരെ, മനസ്സുകളോട് പരിധി വിട്ട് പ്രവർത്തിച്ചു പോയിട്ടുള്ള തിന്മകൾ ചെയ്തിട്ടുള്ള മനുഷ്യരെ, എൻ്റെ ദാസന്മാരെ, അള്ളാഹു പറയാണ് യാ ഇബാദി, എൻ്റെ ദാസന്മാരെ എന്ന് വിളിച്ചിട്ടാണ് പറയുന്നത്. നമ്മളൊക്കെ എന്തെല്ലാം പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ട്. പാപങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ വലിയ പാപങ്ങൾ ചെയ്താലും അതൊക്കെ നിസ്സാരമാണ് എന്നുള്ളൊരു ചിന്താഗതിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് 10 വർഷം സേവനം ചെയ്തിട്ടുള്ളൊരു സ്വഹാബി ഉണ്ട്. അദ്ദേഹത്തിൻ്റെ പേരെന്താ പറയൂ? 10 വർഷം നബിക്ക് ഖിദ്മത്ത് ചെയ്തിട്ടുള്ള ഒരു സ്വഹാബി, രാവും പകലുമൊക്കെ മിക്കവാറും റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നു. പറഞ്ഞോളൂ. വെരി ഗുഡ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റസൂലുള്ള വഫാത്തായിട്ട് പിന്നെ സ്വഹാബികളോടൊപ്പം അങ്ങനെ ജീവിക്കാൻ, അങ്ങനെ ജീവിച്ചപ്പോൾ സ്വഹാബികളുടെ ഇടയിൽ അവർ സർവ്വശ്രേഷ്ഠനായിട്ടുള്ള ആളുകളാണ്. റളിയല്ലാഹു അൻഹും എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അള്ളാഹു പറഞ്ഞതാണ് അവരെക്കുറിച്ച്. അള്ളാഹു അവരെക്കുറിച്ച് തൃപ്തിപ്പെട്ടിരിക്കുന്നു. നമ്മൾ സ്വഹാബികളുടെ പേര് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? റളിയല്ലാഹു അൻഹു എന്ന് പറയണം. സ്വഹാബി വനിതയുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹാ എന്ന് പറയണം. പിതാവും പുത്രനും സ്വഹാബിമാരാണ്, അപ്പം എന്ത് പറയണം? റളിയല്ലാഹു അൻഹുമാ എന്ന് പറയണം. കുറേ സഹാബിമാരെ കുറിച്ച് പറയുമ്പോഴോ റളിയല്ലാഹു അൻഹും എന്ന് പറയണം. പക്ഷേ ആ സ്വഹാബിമാർക്കിടയിൽ ചെറിയ പിന്നെ സുഖങ്ങളും സൗകര്യങ്ങളൊക്കെ വന്നു. പക്ഷേ അങ്ങനെ അവർ സൂക്ഷ്മതയോടുകൂടി ജീവിച്ചു. പിന്നീട് അവരെ കണ്ട് വളർന്നൊരു തലമുറ ഉണ്ട്. അവരെന്താ പറയുക? അവർക്കെന്താ പറയുക? താബിഉകൾ. അതായത് സ്വഹാബികളെ കണ്ട് ഈമാനോടുകൂടി ജീവിച്ചവർ. അപ്പം അവർക്കിടയിൽ ചില തെറ്റുകളൊക്കെ ഇങ്ങനെ കാണുകയാണ്. ആര്? മഹാനായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. അദ്ദേഹമാരാ നബിക്ക് 10 വർഷം സേവനം ചെയ്തിട്ടുള്ള മഹാനാണ്. അപ്പം അദ്ദേഹം പറയാണ്, ഇന്നക്കും ലതഅമലൂന അഅമാലൻ, നിങ്ങൾ ചില പ്രവർത്തനങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ഞങ്ങൾ കുന്നാ നഉദ്ദുഹാ
ഫീ അഹ്ദിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ മൂബിഖാത്ത്. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കാലഘട്ടത്തിൽ അത് മൂബിഖാത്ത് എന്ന് പറഞ്ഞാൽ മുഹ്ലിക്കാത്ത് എന്ന് പറഞ്ഞ അർത്ഥം, അതായത് നശിപ്പിക്കുന്ന, മനുഷ്യനെ തകർത്ത് കളയുന്ന പാപങ്ങളിൽ പെട്ടതായിട്ടാണ് ഞങ്ങൾ ഗണിച്ചിരുന്നത് എന്നാണ്. വളരെ ചെറിയ തെറ്റുകളൊക്കെ കാണുമ്പോൾ അത് വൻ തെറ്റുകളായിട്ടാണ് പ്രവാചകൻ്റെ കാലഘട്ടത്തിൽ ഞങ്ങൾ കണ്ടിരുന്നത് എന്നാണ്. പക്ഷേ ഇന്നത്തെ കാലത്തൊക്കെ എന്തെല്ലാം തെറ്റുകൾ ചെയ്യുന്നു, എന്തെല്ലാം കുറ്റങ്ങൾ ചെയ്യുന്നു. ആളുകൾ അതൊക്കെ നിസ്സാരമായിട്ട് ഗണിക്കാൻ, ഹറാമും ഹലാലും നോക്കുന്നില്ല ആളുകൾ. അത് സാരല്ല, അത് ചെറുതല്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പലരും നിസ്സാരമാക്കുന്നത്. പക്ഷേ നമ്മൾ വിശ്വാസികൾ എന്നുള്ള നിലക്ക് സ്വർഗം നേടണം എന്നുള്ള മോഹം മനസ്സിൽ കൊണ്ടു നടക്കുന്നവരെന്നുള്ള നിലക്ക്, നരകത്തിൻ്റെ അദാബിൽ നിന്ന് രക്ഷ വേണം എന്നാഗ്രഹിക്കുന്നവർ എന്നുള്ള നിലക്ക്, സഹോദരങ്ങളെ, അങ്ങനെയുള്ള പാപങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം. തികഞ്ഞ ജാഗ്രത നമ്മൾ കൈക്കൊള്ളണം. അഥവാ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവിടെയാണ് യാ ഇബാദി, എൻ്റെ ദാസന്മാരെ, അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം, സ്വന്തം നഫ്സുകളോട് പരിധി വിട്ടുപോയിട്ടുള്ള, അതിക്രമം കാണിച്ചിട്ടുള്ള, പാപങ്ങൾ ചെയ്തു കൂട്ടിയിട്ടുള്ള എൻ്റെ ദാസന്മാരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്, നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്ന് നിരാശപ്പെട്ടു പോകരുത്. അള്ളാഹു കരുണ ചെയ്യും. അള്ളാഹു റഹ്മാനാണ്, അള്ളാഹു റഹീമാൻ, അള്ളാഹു കരുണാമയനാൻ, പരമകാരുണികനാണ്, അള്ളാഹു സ്നേഹധന്യനാണ്, അള്ളാഹു കൃപ ചെയ്യുന്നവനാണ്, റഊഫാൻ, വദൂദാൻ. അള്ളാഹു തആല ആ റഹ്മാനായ റബ്ബിനോട്, അവൻ്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിങ്ങൾ നിരാശപ്പെടരുത്. ഇന്നല്ലാഹ യഗ്ഫിറുദ്ദുനൂബ ജമീഅ, നിശ്ചയം അല്ലാഹു എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്, എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ്. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അല്ലാഹു ഏറെ പൊറുക്കുകയും അതുപോലെ കാരുണ്യം കാണിക്കുകയും ചെയ്യുന്നവനാണ്. സഹോദരങ്ങളെ, നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരമായി കൊണ്ട് ഇസ്തിഗ്ഫാർ, തൗബ, ഇതൊക്കെ ചെയ്യണം. ഇപ്പം നമുക്ക് തോന്നും നമ്മൾ 5 നേരം നമസ്കരിക്കുന്നവരല്ലേ, നമ്മൾ ഒരുപാട് നന്മകൾ ചെയ്യുന്നവരല്ലേ, നമ്മൾ എന്തിനാണ് ഇസ്തിഗ്ഫാറൊക്കെ ചെയ്യുന്നത്, എന്തിനാണ് നമസ്കാര ശേഷം ദുആ ചെയ്യുന്നത്, ദിക്ർ ചെയ്യുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. എന്നാൽ പരിശുദ്ധ ഖുർആൻ ആവർത്തിച്ചുകൊണ്ട് ഡസൻ കണക്കിന് ആയത്തുകളിലാണ് നിങ്ങൾ ഇസ്തിഗ്ഫാർ നടത്തുവിൻ എന്ന് പറയുന്നത്, നിങ്ങൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്യുവിൻ എന്ന് പറയുന്നത്. അത് ഒരിക്കലും നിന്ന് പോകാത്ത, അഥവാ മാറ്റിവെക്കേണ്ട ഒന്നല്ല. ജീവിതത്തിൽ നിരന്തരം ഇടക്കിടക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇസ്തിഗ്ഫാർ ചെയ്യണം. നിങ്ങൾ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. അത് അദ്ദേഹം സമുദ്രത്തിൽ യാത്ര ചെയ്തപ്പോൾ കടലിൽ നിന്ന് കപ്പലിൽ നിന്ന് സമുദ്രത്തിലേക്ക് എറിയപ്പെട്ടല്ലോ. അങ്ങനെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കഴിഞ്ഞല്ലോ. അപ്പോൾ രാത്രിയുടെ ഇരുട്ട്, മത്സ്യത്തിൻ്റെ ഇരുട്ട്, അതിൻ്റെ വയറിനകത്തു വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കാൻ, ഇതൊക്കെ ആ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിൻ്റെ 21-ാം അധ്യായം സൂറത്തുൽ അംബിയായിൽ 87-88 വചനങ്ങളിൽ കാണാം. ഫനാദാ ഫിൽ ളുലുമാത്ത്, ഫനാദാ ഫിൽ ളുലുമാത്ത് എന്ന് പറഞ്ഞാൽ അന്ധകാരങ്ങളിൽ നിന്ന്, ഇരുട്ടുകൾക്കകത്ത് നിന്ന് അദ്ദേഹം വിളിച്ച് പ്രാർത്ഥിച്ചു. എന്താ പ്രാർത്ഥിക്കുന്നത്? അല്ലാ ഇലാഹ ഇല്ലാ അന്ത്, നീയല്ലാതെ ആരാധനക്കർഹനായിട്ട് മറ്റാരും തന്നെയില്ല. സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ-ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. ഈ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ, അതായത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ-ളാലിമീൻ. നമ്മൾ ഇത്ര നേരം പറഞ്ഞത് എന്താ? ഇസ്തിഗ്ഫാറും തൗബയും ഒക്കെ ചെയ്യണം. ആത്മവിശുദ്ധിക്കുള്ള മാർഗങ്ങളാണ്. നമ്മൾ ഇസ്തിഗ്ഫാർ നടത്തണം. പാപം ചെയ്തിട്ട് റബ്ബേ, അതുകൊണ്ട് എനിക്ക് പുറത്തു തരയണമേ, നീ റഹ്മാനാണല്ലോ എന്നുള്ള തേട്ടം. അപ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ യൂനുസ് നബിയുടെ പ്രാർത്ഥന വെച്ചിട്ട് പറയാൻ,
വമിൻ അഅ്ളമി സിയഗിൽ ഇസ്തിഗ്ഫാർ, ഇസ്തിഗ്ഫാറിൻ്റെ പ്രാർത്ഥനാ രൂപങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്തായ ഒരു രൂപമാണെന്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ഇസ്തിഗ്ഫാറിൻ്റെ വേറെയും രൂപങ്ങളുണ്ട്. സയ്യിദുൽ ഇസ്തിഗ്ഫാർ എന്ന് നിങ്ങൾ കേട്ട് കാണും. സഹീഹുൽ ബുഖാരിയിൽ 4 തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ വേറെയും പ്രാർത്ഥനകളുണ്ട്. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ വന്ന ഈ പ്രാർത്ഥനയെക്കുറിച്ച് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും മഹത്തായ വമിൻ അഅ്ളമി എന്ന അഅ്ളം എന്ന് പറഞ്ഞാൽ ഏറ്റവും മഹത്വമേറിയിട്ടുള്ള പ്രാർത്ഥനാ രൂപങ്ങൾ, ഇസ്തിഗ്ഫാറിൻ്റെ രൂപങ്ങളിൽ ഒന്നാണെന്ത്? ഇത് മാത്രമാണെന്നല്ല, അതിൻ്റെ രൂപങ്ങളിൽ ഒന്നാണ് എന്ത്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. എന്താണ് അതിൻ്റെ അർത്ഥം? ആരാധനക്കർഹനായി നീയല്ലാതെ മറ്റാരും തന്നെയില്ല, നീ മഹാപരിശുദ്ധനാണ്, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, ഇതിപ്പോൾ നമ്മൾ പാട്ടിൽ കേൾക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നിയേക്കാം. ഇതിൻ്റെ ഒരു വലിപ്പമുണ്ട്. ഇതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് അത് മനസ്സിലാകണമെങ്കിൽ സൂറത്തു സ്വാഫാത്ത് നമ്മൾ പരിശോധിക്കണം. അതായത് 36-ാം അധ്യായം സൂറത്തു യാസീൻ. അത് കഴിഞ്ഞാൽ തൊട്ടടുത്ത അധ്യായം എന്ത്? സൂറത്തു സ്വാഫാത്ത്. ആ സ്വാഫാത്തിലൊരു ആയത്ത് ഞാൻ പറഞ്ഞു തരാം. നിങ്ങളതെന്ത് ചെയ്യണം? ഫ്രീ ആകുമ്പോൾ ഖുർആനൊക്കെ എടുത്ത് തെരഞ്ഞു പിടിച്ച് അതിൻ്റെ അർത്ഥം പരിഭാഷ നോക്കി മനസ്സിലാക്കുക. അർത്ഥം ഞാൻ പറയാം. ഈ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബ്അസൂൻ. ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, ഏത് പ്രാർത്ഥന? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. ആ പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ, ആ പ്രാർത്ഥനയ്ക്ക് എന്താ മഹത്വം? അതിൽ തസ്ബീഹ് ഉണ്ട്. അള്ളാഹുവിനെ വാഴ്ത്തുകയാണ്. സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ്, പോരായ്മകളോ വീഴ്ചകളോ ന്യൂനതകളോ ഒന്നുമില്ലാത്ത, എല്ലാവിധ ഔന്നിത്യവുമുള്ള, എല്ലാം കൊണ്ടും സമ്പൂർണനായിട്ടുള്ള നാഥൻ, അതാണ് സുബ്ഹാനക. ആ തസ്ബീഹ് ഇല്ലായിരുന്നുവെങ്കിൽ, അതുകൊണ്ടുള്ള പ്രാർത്ഥന ഇല്ലായിരുന്നുവെങ്കിൽ ലലബിസ ഫീ ബത്നിഹി, ബത്ൻ എന്ന് പറയുന്ന അർത്ഥം വയർ, മത്സ്യത്തിൻ്റെ വയറിൽ താമസിക്കുക തന്നെ ചെയ്യുമായിരുന്നു. ഏതുവരെ? ഇലാ യൗമി യുബ്അസൂൻ, പുനരുദ്ധാന നാൾ വരെ. യൗമുൽ ഖിയാമ എന്ന് പറയുന്നതിന് പല പേരുകളുണ്ടല്ലോ. ഇപ്പോൾ യൗമുദ്ദീൻ എന്ന് പറയും അല്ലേ? മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പ്രതിഫല ദിവസത്തിൻ്റെ ഉടമസ്ഥൻ എന്നതുപോലെ ഖിയാമത്ത് നാൾ, യൗമുൽ ഖിയാമ, യൗമുൽ ഹിസാബ് എന്നൊക്കെ പറയുമല്ലോ. എന്നതുപോലെ യൗമ യുബ്അസൂൻ, ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാൾ. അത് വേറെയും വന്നിട്ടുണ്ട്. ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന ഉണ്ടല്ലോ സൂറത്തു ഷൂറയിൽ. അതെന്താ? വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അതിൽ പറയുന്നത് വലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, ജനകോടികളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ആ ദിവസത്തിൽ എന്നെ നാഥാ നീ അപമാനപ്പെടുത്തല്ലേ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ ഒരു പരലോകം, അതുവരെ മത്സ്യത്തിൻ്റെ വയറ്റിൽ യൂനുസ് നബി അലൈഹിസ്സലാം കിടക്കുമായിരുന്ന യൂനുസ് നബിയുടെ കാലഘട്ടം എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്കപ്പുറമാണ്. ഖിയാമത്ത് നാൾ എന്നോ സംഭവിക്കുക നമുക്ക് അറിഞ്ഞുകൂടാ, അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. ഖിയാമത്ത് ചില മെസ്സേജുകളൊക്കെ വരാറില്ലേ, ഇനി 1500 വർഷം മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ മുസ്ലിം ഉമ്മത്തിൻ്റെ ആയുസ് 1500 വർഷം മാത്രമാണ്. അതൊക്കെ തെറ്റാണ്. ഖിയാമത്ത് നാൾ എന്താണെന്ന് ആർക്കേ അറിയുള്ളൂ? യസ്അലൂനക അനിസ്സാഅ അയ്യാന മുർസാഹാ. പരിശുദ്ധ ഖുർആൻ പറയാൻ, നബിയെ നിന്നോടവർ ചോദിക്കുന്നു അന്ത്യനാൾ എപ്പോഴാണ് സംഭവിക്കുക എന്ന്. ഖുൽ, നീ പറയുക, അതിൻ്റെ അറിവ് ഇൻദ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ അരികിലാണ്.
അപ്പോൾ ആ ഖിയാമത്ത് നാൾ വരെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾ മത്സ്യത്തിൻ്റെ വയറ്റിൽ കടക്കേണ്ടി വരുമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയാൻ. അപ്പം അതുകൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് നല്ല പ്രാധാന്യമുണ്ട്. ഏത് പ്രാർത്ഥനയ്ക്ക്? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പറയുന്നത് നിങ്ങൾ? ഇനി മുതൽ ഇപ്പോൾ 10 മണിയായല്ലോ, ഇനിയിപ്പോൾ ളുഹർ ബാങ്ക് കൊടുക്കും. ളുഹർ നമസ്കരിച്ചാൽ അധികം ആളുകൾ നമസ്കാര ശേഷം പ്രാർത്ഥിക്കുമല്ലോ. ആ പ്രാർത്ഥിക്കുമ്പോൾ ഈ നമ്മുടെ പ്രാർത്ഥനകൾ ഉണ്ടാവണം. എപ്പോഴൊക്കെ പ്രാർത്ഥിക്കുന്നുവോ അപ്പോഴൊക്കെ വേണം. അതിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ഒരു കാര്യം കൂടെ ഞാൻ പറയാം. മഹാനായിട്ടുള്ള ഇമാം തിർമിദി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സുനനിൽ രേഖപ്പെടുത്തുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഹദീസാണ്. അതിൽ കാണാം, അൻ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു, സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുകയാണ്. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അദ്ദേഹം പറയാണ്, അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം, ദഅവതു ദിന്നൂനി. ദഅവത്ത് അർത്ഥം ദുആ, പ്രാർത്ഥന, തേട്ടം. ദിന്നൂൻ എന്ന് പറഞ്ഞാൽ മത്സ്യത്തിൻ്റെ ആൾ, അഥവാ യൂനുസ് നബി അലൈഹിസ്സലാം. യൂനുസ് നബി അലൈഹിസ്സലാമയുടെ പ്രാർത്ഥന ഇത് ദഅാഹു ഫീ ബത്നിൽ ഹൂത്ത്, മത്സ്യത്തിൻ്റെ വയറ്റിലായിരിക്കെ അദ്ദേഹം പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുണ്ടല്ലോ, ആ പ്രാർത്ഥന എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുൻതു മിനൽ ളാലിമീൻ എന്നുള്ള ആ പ്രാർത്ഥന. ഫഇന്നഹു ലം യദഅ ബിഹാ റജുലുൻ മുസ്ലിമുൻ ഫീ ഷൈഇൻ ഖത്തു ഇല്ല ഇസ്തജാബ അല്ലാഹു ലഹു. ആ പ്രാർത്ഥന ഒരു മുസ്ലിമായ മനുഷ്യൻ വല്ല കാര്യത്തിനും വേണ്ടി പ്രാർത്ഥിച്ചാൽ അള്ളാഹു ജവാബ് ചെയ്യാതിരിക്കുകയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ പ്രാർത്ഥനകളിൽ ഇത് ഉണ്ടാവുക. ഒരു 3 തവണ നബി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊക്കെ എന്ത് ചെയ്യും? 3 തവണ പ്രാർത്ഥിക്കും. അപ്പോൾ പ്രാർത്ഥനയുടെ മര്യാദകളൊക്കെ ഉണ്ട്. ഹംദ് സ്വലാത്ത് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബീന മുഹമ്മദ്, ഇത് തന്നെയാണ് ഹംദ് സ്വലാത്ത് എന്നൊക്കെ പറഞ്ഞാൽ. അത് ചൊല്ലിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രാർത്ഥനയൊക്കെ എന്ത് ചെയ്യുക? ഒരു 3 തവണ പ്രാർത്ഥിക്കുക. എന്നിട്ട് നമ്മുടെ ഹാജത്തുകൾ അല്ലാഹുവിനോട് തേടുമ്പോൾ അതിന് ജവാബ് കിട്ടാൻ കൂടുതൽ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മളെ മനസ്സിനെ ശുദ്ധീകരിക്കുവാൻ ഇങ്ങനെയുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട്. ഫർള് നമസ്കാരാനന്തരം നമ്മൾ ദിക്റുകൾ ചൊല്ലേണ്ടതില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര പ്രാധാന്യത്തോടുകൂടിയാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതായത് സമുദ്രത്തിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് ആ ദിക്റുകൾ പരിഗണിച്ചുകൊണ്ട് അത് പുറത്തു തരും എന്നുള്ളതാണ്. എന്താണ്? ഓരോ ഫർദ് നമസ്കാര ശേഷവും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്ന് 33 തവണ പറയുക. എന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ അതുകൂടെ പറഞ്ഞ് നമ്മൾ 100 തികച്ചാൽ കടലിലെ നുരയോളം പാപങ്ങളുണ്ടെങ്കിലും അല്ലാഹു തആല നമുക്ക് പുറത്തു മാപ്പാക്കി തരുമെന്നാണ്. ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ദിക്റുകൾ ചൊല്ലണമെന്ന് ഹദീസിൽ വന്നിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ എന്നാണ് നമ്മൾ ചൊല്ലേണ്ടത്. അതിൽ അല്ലാഹു അക്ബർ എന്നുള്ളത് മാത്രം 34 തവണ. ഇതൊക്കെ ശ്രദ്ധിച്ച് എണ്ണം കറക്റ്റാക്കിയിട്ട് ചൊല്ലാനായിട്ട് മനസ്സാന്നിധ്യത്തോടു കൂടെ ചൊല്ലുക. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? ഈ ദീനുമായി നമ്മുടെ ഒരു ടച്ച് എന്ന് പറയുമല്ലോ, അത് ഒരു ആത്മബന്ധം അത് ഉറപ്പ് വരുന്നതാണ്. കാരണം എന്താ അറിയോ? ഇന്ന് വളർന്നു വരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കൂ, കഴുത്തിൽ ആഭരണങ്ങൾ മാലയണിയുന്ന മുസ്ലിം യുവാക്കൾ കഴുത്തിലും കയ്യിലുമൊക്കെ, കയ്യിൽ ഈ സ്ത്രീകളൊക്കെ ധരിക്കുമല്ലോ ബ്രേസ്ലെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതുപോലെ വെള്ളിയുടെ അതുപോലെ ആ രൂപത്തിലുള്ള സിൽവർ നിറമുള്ള കാര്യങ്ങൾ ധരിക്കുന്നു. അതുപോലെ ഓരോ ആളുകളും മുടിവെട്ട് നിങ്ങൾ കണ്ടിട്ടില്ലേ? എന്തെല്ലാം തെറ്റുകളാണ് നമ്മുടെ സമൂഹത്തിലുള്ളത്. രക്ഷാബന്ധനി എന്ന് പറഞ്ഞ കറുത്ത ചരടുകൾ. ഒരു സുഹൃത്ത് ഈ അടുത്ത് വരുണ്ടായി, പേരെന്താ ചോദിച്ചു കഴിഞ്ഞാൽ ഉഷാദ് അലി എന്ന, കയ്യിൽ കറുത്ത ചരടുണ്ട്. നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സുഹൃത്തുക്കളൊക്കെ കെട്ടുന്നത് പോലെ അതുപോലെ ചരട്, ഐക്കല്ല്, ഏലസ്, ഇങ്ങനെ തുടങ്ങി എന്തെല്ലാം പ്രശ്നങ്ങളാണ്. ഞാൻ ആരെയും ആക്ഷേപിക്കല്ല,
അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിശക്തമായി വിലക്കിയിട്ടുള്ള കാര്യമാണത്. ഹദീസുകൾ ഓതാതെ തന്നെ നിങ്ങൾക്കത് അറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ധാരാളം തിന്മകൾ, കുട്ടികളൊക്കെ ഈ ഫോണിന്, റീൽസിനൊക്കെ അടിമകളായിട്ട് അവരുടെ മനസ്സ് തന്നെ ചില രോഗങ്ങൾക്ക്, അതുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യണം? നിരന്തരമായി നമ്മളും നമ്മുടെ മക്കളും കുടുംബാംഗങ്ങളും ഈ ദീനുമായൊരു ആത്മബന്ധം അത് നിലനിർത്തണം. അതെങ്ങനെയാണ്? നമസ്കാരങ്ങൾ, അതുപോലെ ഖുർആൻ ക്ലാസ്സുകൾ, ജുമുഅ, അതുപോലെ തന്നെ ദിക്റുകൾ, ദുആകൾ, ഇതൊക്കെ ഉണ്ടാവണം. പരസ്പരം ബഹുമാനം, ആദരവ്, സ്നേഹം ഒക്കെ ഉണ്ടാവണം. പ്രാർത്ഥനകൾ ഉണ്ടാവണം. പരസ്പരം സ്നേഹിക്കുന്ന ആളുകളായിരിക്കണം. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകുക. ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. വിശുദ്ധ ഖുർആൻ്റെ ആയത്തുകളൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് വളരെ ഗൗരവമാണ്. നമ്മൾ പരലോകത്തെക്കുറിച്ചൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നത് അല്ലെ അപ്പുറമാണ്. ഒരൊറ്റ ആയത്തുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. പരിശുദ്ധ ഖുർആനിലെ 23-ാം അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ, അതിൻ്റെ 101-ാമത്തെ വചനം. നമ്മളിപ്പോൾ എത്ര സന്തോഷത്തോടു കൂടി വീട്ടിലൊക്കെ ഒരു സന്തോഷം ഉണ്ടായാൽ, ഒരു പെരുന്നാളുണ്ടായ, ഒരു സൽക്കാരുണ്ടായാൽ എല്ലാവരും ഒരു മേശക്ക് ചുറ്റുമിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. പക്ഷേ ഫൈദാ നുഫിഖ ഫിസ്സൂർ, കാഹളത്തിൽ ഊതപ്പെട്ടാൽ ഫലാ അൻസാബ ബൈനഹും, അവർക്കിടയിൽ അന്ന് യാതൊരു ബന്ധവും ഉണ്ടാവുകയില്ല. ഫലാ അൻസാബ ബൈനഹും യൗമഇദിൻ, അന്നേ ദിവസം അവർക്കിടയിൽ ഒരു ബന്ധവും ഉണ്ടാവുകയില്ല. വലാ യതസാഅലൂൻ, അന്നവർ പരസ്പരം ചോദിക്കുകയില്ല, അന്വേഷിക്കുകയില്ല. എന്താ മോനെ വർത്താനം, ഭക്ഷണം കഴിച്ചോ എന്നൊന്നും ചോദിക്കൂല. പരിശുദ്ധ ഖുർആൻ പച്ചയായി പറയാൻ, ഖിയാമത്ത് നാളിൻ്റെ ഭയാനകത നമ്മൾ വിചാരിക്കുന്നതിലപ്പുറമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ പരലോക ചിന്തയുള്ള ആളുകളാവുക. നിരന്തരം നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക. അള്ളാഹുവേ, തിന്മയിൽ മാറി നിൽക്കാനുള്ള മനസ്സെനിക്ക് പ്രദാനം ചെയ്യണേ എന്ന് റബ്ബിനോട് പ്രാർത്ഥിക്കുക. അങ്ങനെ മുന്നോട്ട് പോകുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ പാപങ്ങൾ റഹ്മാനായ റബ്ബ് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. നിരന്തരം ഖുർആനുമായും അതുപോലെ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുവചനങ്ങളുമായൊക്കെ ബന്ധപ്പെട്ട്, പള്ളിയുമായി ബന്ധപ്പെട്ട്, അങ്ങനെ ദീനുമായി ബന്ധപ്പെട്ട് അള്ളാഹുവിൻ്റെ തൃപ്തിയും പൊരുത്തവും കരസ്ഥമാക്കുന്ന ആളുകളായി മുന്നോട്ട് പോകാൻ റഹ്മാനായ നാഥ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.